നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിനായിലെ മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളിയിലെ മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളി, മിനയിലെ പള്ളി ബഹുമാനമുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ ഈ 70 നബിമാരെ ഖബറുകളുണ്ട്. ഞാൻ നാദാബിൽ പ്രസംഗിച്ചിരുന്നു. അതുപോലെ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ധാരാളം അമ്പിയാക്കളെ ഖബറുകളുണ്ട്. ഞാനത് നാദാബിൽ പ്രസംഗിച്ചിരുന്നു. അന്ന് ഞാൻ ഉദ്ധരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഇമാം സർസി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഞാൻ ഉദ്ധരിച്ചു. അതുപോലെ ഇമാം മുഹിബ്ബുത് തുരി റളിയല്ലാഹു അൻഹുവിന്റെ അതേ അത്തസ്വീഖ് ഇലാ ബൈത്തുൽ അതീഖ് എന്ന ഗ്രന്ഥം, അതിന്റെ 21ാമത്തെ പേജിലും നിങ്ങൾക്ക് കാണാം. ആ ഗ്രന്ഥത്തിലൊക്കെ ഉള്ള ഒരു സംഗതിയാണ് മാ ബൈനൽ മഖാമി ഇല റുക്നി ഇലാ ബിൽ സംസമ ഇലൽ ഹിജ്രി ഖബ്റു 77 നബിയൻ. 77 നബിമാരെ ഖബർ, 77 നബിമാരെ ഖബർ കഅബ ശരീഫിന്റെ തൊട്ടടുത്ത് സംസം കിണറ്റിന്റെയും അതുപോലെ ഹിജ്ർ ഇസ്മായിലിന്റെയും ഇടക്കുണ്ട്. ആ മഹാന്മാരെ മുഴുവനും ഹജ്ജിന്റെ സമയത്ത് സ്മരിക്കപ്പെടുന്നുണ്ട്. അത് ഞാൻ വിശദീകരിച്ചിരുന്നു. എന്നാ സഹോദര, അന്ന് തന്നെ ഞാൻ ഒരു ഹദീസ് പറഞ്ഞിരുന്നു. ആ ഹദീസിൽ എന്താ ഉള്ളത്? ഫീ മസ്ജിദിൽ ഖൈഫ് ഖബ്റു 70 നബിയ്യാ, 70 നബിമാരെ ഖബർ മിനയിലെ മസ്ജിദുൽ ഖൈഫിലുണ്ട്. സഹോദരന്മാരെ ശരിക്കും മനസ്സിലാക്കണം. ഇത് പറഞ്ഞത് ഞാനല്ല, ഇത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതെ, ഇലാമു സാജിദിൽ ഉദ്ധരിച്ചത്, ഇലാമു സാജിദിൽ ബഹുമാനപ്പെട്ട ഇമാം സർകസി ഉദ്ധരിച്ചത് ഹദീസാണ്. ഞാൻ ആ കിതാബ് തന്നെ അന്ന് കാണിച്ചതാണ്. ഇരിക്കട്ടെ, ഇന്നും എന്റെ കയ്യിലുണ്ട്. എന്നാ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത് മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരെ ഖബറുണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടോ, ഹദീസിന്റെ പണ്ഡിതന്മാര് പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഫീ മസ്ജിദുൽ ഖൈഫ്, മസ്ജിദുൽ ഖൈഫ് എന്ന മിനയിലെ പള്ളിയിലുണ്ട് ഖബറു 70 നബിയ്യാ, 70 നബിമാരെ ഖബറുകളുണ്ട്. റവാഹുൽ ബസ്സാർ, അത് ലോകപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പരമ്പരയിലുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഹാഫിദ് നൂറുദ്ദീൻ ലൈസബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ മജ്മഉ സവാഇദിൽ പറയാണ്, വരിജാലുഹു സിഖാത്ത്, ആ ഹദീസിന്റെ പരമ്പരയിലുള്ള മുഴുവൻ റിപ്പോർട്ടർമാരും വിശ്വാസയോഗ്യരാണ്. അങ്ങനെ വിശ്വാസയോഗ്യരായ ഇമാമിങ്ങൾ മുഖേന സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കേട്ടിട്ട് ഈ സമുദായത്തെ പഠിപ്പിച്ചൊരു കാര്യമാണ്, മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരുടെ ഖബറുകളുണ്ട്. ആലപ്പുഴയെ പോയിട്ട് മോചനത്തിന്റെ സീഡി ഇറക്കുന്ന സർഫി ആലപ്പുഴയെ പോയിട്ട് പറയാണ്, 70 നബിമാരുടെ ഖബർ മസ്ജിദുൽ ഖൈഫിൽ ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ട് നേരത്തെയും ഉറൂസ് ഉണ്ടാക്കുന്ന ഈ വർഗം, ഞാൻ ചോദിക്കുന്നു, 70 നബിമാരുടെ ഖബർ മസ്ജിദുൽ ഖൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ലേ? അത് പഠിപ്പിച്ച സഹാബത്തല്ലേ? അത് ഹദീസിന്റെ കിതാബിലുള്ളതല്ല. അവരെ സംബന്ധിച്ച് ഈ വർഗം എന്ന് പറഞ്ഞല്ലേ, സലഫിയുടെ പ്രയോഗം ഈ വർഗമെന്നല്ലേ? ഒന്ന് വെച്ചു കൊടുത്താവനെ. മസ്ജിദുൽ ഖൈഫിൽ 70ഓളം നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതി വിട്ടിട്ടുള്ളത്. അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ടുനേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം, അപ്പൊ 70 നബിമാരെ ഖബറുണ്ടെന്ന് പ്രസംഗിച്ചതുകൊണ്ട് ഉറൂസ് പോലെ അതപ്പതിപ്പിച്ച വർഗം എന്നല്ലേ പറയുന്നത്? ചോദിക്കട്ടെ, ഈ 70 നബിമാരുണ്ടെന്നത് പേരോടിന്റെ വകയാണോ? 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലല്ലേ? അത് പഠിപ്പിച്ച സഹാബത്തല്ലേ? അത് ഹദീസിന്റെ കിതാബിലുള്ളതല്ലേ? അതിന്റെ പരമ്പരയുള്ള മുഴുവൻ ആളുകളും യോഗ്യന്മാരാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസ് പണ്ഡിതന്മാരല്ലേ? അല്ലാഹുവിന്റെ റസൂൽ അടക്കം ഈ വർഗമെന്ന നിങ്ങളുടെ പ്രയോഗത്തിൽ പെട്ടില്ലേ? നിങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണാത്തത് കൊണ്ട്, ഇമാമിങ്ങളെ കിതാബ് പഠിക്കാത്തത് കൊണ്ട്, കണ്ടത് പറയുന്ന പണ്ഡിതന്മാരോട് ദേഷ്യം പിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കാതെ, ഒരു വിഷയവും മനസ്സിലാക്കാതെ എന്താണ് പ്രസംഗിച്ചു നടക്കുന്നത്? 70 നബിമാരെ ഖബർ മസ്ജിദുൽ ഖൈഫ് എന്ന പള്ളിയിലുണ്ടെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലല്ലോ. അതല്ലേ ആ വർഗം എന്നല്ലേ റസൂലുള്ളാഹി സ്വഹാബത്തിനെ കുറിച്ച് പ്രയോഗിച്ചത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.